സുന്ദരീസ് ഈ ഒരു കോഴ്സെറ്റ് കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? നമ്മളത് കഴിഞ്ഞതിന്റെ മുന്നിലത്തെ വർഷം സ്റ്റൈൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ബ്ലാക്ക് കോഴ്സെറ്റ്, പക്ഷെ സ്ലീവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് സ്കേർട്ട് ആണ്, നല്ലൊരു ക്യാൻ്റെ ഒപ്പം സ്റ്റൈൽ ചെയ്യാം. നമുക്ക് നോക്കിയാലോ. ലിപ്സ്റ്റിക് നമുക്ക് ന്യൂഡ് ഷെയ്ഡ് ആവാം, കാരണം നല്ല ബ്ലാക്കും ഗോൾഡൻ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് അല്ലേ. പക്ഷെ ചിലപ്പോൾ എനിക്കിത് വാഷ് ഔട്ട് ആയി പോകാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് പെയർ ചെയ്യാം കേട്ടോ. ഹെയർ സ്റ്റൈൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കുറച്ച് മുടി എടുത്തൊന്ന് കെട്ടുക, ഫ്രണ്ടിലത്തെ മുടി ഒന്ന് പിരിച്ചിട്ട് അതിനെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യണത്. പിന്നെന്താ, ഒരു മോതിരോ എന്തെങ്കിലും ഒരു പൂ പോലെയുള്ളതോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹെയർ ആക്സസറി എടുക്കാം. ഒരു ഇർക്കിളി സ്ലൈഡ് അല്ലെങ്കിൽ യൂപ്പിൻ വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് കമ്മല് മാത്രം മതി തോന്നുന്നു, മാലയും വളയൊന്നും വേണ്ട. അപ്പൊ ഒരു ചെറിയ കമ്മല്. ഞാൻ ഇതിട്ടിട്ട് ഇനി കുടമാറ്റത്തിന് പോവാ. കറക്റ്റ് അല്ലേ? എനിക്ക് ബ്ലൗസ് പാറ്റേൺ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കോഴ്സെറ്റ് എനിക്ക് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. അതൊന്ന് ട്രഡീഷണൽ ഫാബ്രിക്കിലും കൂടെ മിക്സ് ചെയ്യുമ്പോഴും അത് ശരിക്കും നല്ല രസമാണ് കാണാനായിട്ട്. സ്കേർട്ട് ആണെങ്കിലും ആ ഒരു ഗോൾഡൻ ബൂട്ടാസ് പോലെയുള്ളതും ഒക്കെ നല്ല രസമായി വന്നിട്ടുണ്ട്. ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട്. നോക്കുകയാണെങ്കിൽ കുഞ്ഞു കമ്മലിട്ടാൽ മതി. കുറച്ച് എനിക്ക് പരീക്ഷിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു വലിയ കമ്മലിട്ടതാണ്. വേണമെങ്കിൽ ചെറിയ സ്റ്റെഡ് പോലെ എന്തെങ്കിലും കൊടുക്കാം, ചോക്കർ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള വള കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഇത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. എഗൈൻ ഈ ടോപ്പ് ഉണ്ടല്ലോ, ഈ കോഴ്സെറ്റ് നമുക്ക് സാരിയുടെ ഒപ്പം സ്റ്റൈൽ ചെയ്യാം, ഈ സ്കേർട്ടിന്റെ ഒപ്പം വേറെ ഏതെങ്കിലും ബ്ലൗസ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാം, ധാവണിയാക്കി സ്റ്റൈൽ ചെയ്യാം. അങ്ങനെ നമുക്ക് മൾട്ടി യൂസ് ചെയ്യാവുന്ന 2 പീസുകളാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.